ഹായ് കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്തൊക്കെയുണ്ട് വിശേഷം? നല്ല മഴയല്ലേ? ഇവിടെ നല്ല മഴയാണ്, തകർത്ത മഴ, കോരിച്ചെരിയുന്ന മഴ എന്നൊക്കെ പറയില്ല, അതുപോലെ കോരിച്ചെരിയുന്ന മഴയാണ് ഇവിടെ. എന്തൊക്കെയാണ് നിങ്ങളുടെ നാട്ടിലൊക്കെ വെള്ളമുണ്ടോ? നമ്മുടെ പിന്നെ ഇവിടെ മലമുകളിലായതുകൊണ്ട് കടലിളകി വന്നാൽ നമുക്ക് വെള്ളം കയറില്ല, അതൊരു സമാധാനമുണ്ട്. പക്ഷേ ഉരുൾപൊട്ടൽ അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് പേടിക്കണ്ടോ, വെള്ളം കയറില്ല. അത് അത്രയ്ക്ക് കുന്നും മലയാണ് നമ്മളുടെ, അതുകൊണ്ട് വെള്ളത്തിൻ്റെ കാര്യത്തിൽ നമ്മൾ സേഫാണ്. എന്നാലും നല്ല മഴയൊക്കെ വരുമ്പോൾ ഭയങ്കര പേടിയാണ്. നമ്മളിങ്ങോട്ട് ഉൾപ്രദേശങ്ങളൊക്കെ അല്ലേ, അങ്ങനെയൊക്കെ പേടിയുണ്ട്. എന്തായാലും എല്ലാവരും പ്രാർത്ഥിക്കുക, എല്ലാവരും സേഫായിട്ടിരിക്കുക. ഓരോ മഴക്കാലത്തും ഓരോരോ ഇങ്ങനെ ദുരന്തങ്ങളൊക്കെ കേൾക്കുമ്പോൾ, മഴക്കാലങ്ങളൊക്കെ വരുമ്പോൾ പേടിയാണ്. എന്നാലും എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. പിന്നെ ഞാനിപ്പോൾ വീഡിയോയിലേക്ക് വരാൻ വളരെ ഹാപ്പിയായി. എന്നെ സംബന്ധിച്ച് എനിക്ക് ഭയങ്കര സന്തോഷമുള്ളൊരു കാര്യം എനിക്ക് നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത്. എൻ്റെ വോയിസ് ക്ലിയർ ഉണ്ടോയെന്നറിയില്ല, എന്താണെന്ന് വെച്ചാൽ എനിക്ക് മൈക്കൊന്നുമില്ല, മൈക്കില്ലാതെ അങ്ങനത്തെ സ്റ്റാൻഡ്, മൊബൈലിൽ വീഡിയോ പിടിക്കാൻ സ്റ്റാൻഡ്, അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല. എൻ്റേതായ പരിമിതിക്കുള്ളിൽ ചെറിയൊരു എനിക്ക് പറ്റുന്നില്ല. കാരണം വെച്ചാൽ എനിക്ക് വീഡിയോ മൊബൈലിൽ കൈ കൊണ്ട് പിടിച്ചിട്ട് വീഡിയോ എടുക്കാനാവില്ല. പിന്നെ ഇവിടെ എനിക്ക് വീഡിയോ എടുത്തു തരാൻ ആരും ഇല്ല വീട്ടിൽ, ഏട്ടൻ ലോട്ടറിയും കൊണ്ട് പോയി. അതുകൊണ്ട് അങ്ങനെയുള്ള കുറേ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് എല്ലാം ശരിയാക്കണം, എല്ലാം മേടിക്കണം. ഒരു സ്റ്റാൻഡ് മേടിക്കണം, ഒരു മൈക്ക് മേടിക്കണം, വീഡിയോ പിടിക്കാൻ ഒരു സ്റ്റാൻഡ്, ഇതൊക്കെ എനിക്ക് വലിയൊരു ആഗ്രഹമാണ്. ദൈവം സഹായിച്ചാൽ, നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ എനിക്കതൊക്കെ മേടിക്കണം. ഇങ്ങനെ വീഡിയോ പിടിക്കാനൊക്കെ എളുപ്പമല്ലേ. ദൂരെയൊക്കെ ഇങ്ങനെ കട്ടിലിൻ്റെ മുകളിലൊരു സ്റ്റാൻഡ് ഇങ്ങനെ വെച്ചിട്ടാണ് ഞാൻ ചാരി വെച്ചിട്ടാണ് വീഡിയോ പിടിക്കുന്നത്. അപ്പോൾ ശബ്ദം ചിലപ്പം കുറച്ച് പ്രശ്നം വരുമെന്ന് എനിക്കറിയില്ല, നല്ല മഴയാണ് പുറത്ത്. അപ്പോൾ അങ്ങനെ എൻ്റെ സന്തോഷം ഞാൻ പങ്കുവെക്കാൻ വന്ന് എൻ്റെ യൂട്യൂബിൽ 1K ആയിട്ടുണ്ട്. എന്തായാലും എനിക്കത് ഭയങ്കര സന്തോഷമുണ്ട്. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ടും പ്രോത്സാഹനമാണ് എനിക്ക്. അത് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല 1K ആവുമെന്ന്. ഇത്രത്തോളം എനിക്കാവോ, സ്റ്റാർട്ടിങ് തുടങ്ങുന്ന സമയത്ത് എന്നെ സപ്പോർട്ട് ചെയ്യാൻ ആരെങ്കിലും ഉണ്ടാവുമോ, എനിക്ക് പറ്റുമോ, എനിക്ക് ചെയ്യാനാവുമോ എന്നൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടുണ്ട്. കാരണം എനിക്ക് എല്ലാവരും പോലെ പുറത്തോട്ടൊക്കെ പോയിട്ട് ഇങ്ങനെ വീഡിയോ എടുക്കാനോ യൂട്യൂബ് ഇടാനോ ഒന്നും എനിക്ക് പറ്റില്ല. അപ്പോൾ അങ്ങനെ എൻ്റെ ഈ 4 ചുവരുകൾക്കുള്ളിൽ നിന്ന് എൻ്റെ കുറച്ച് ചെറിയ ചെറിയ വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കാൻ നിങ്ങളുണ്ടാവുക, അതിനെ സപ്പോർട്ട് ചെയ്യാൻ നിങ്ങളുണ്ടാവുക എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്നെപ്പോലുള്ള ഒരാളെ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ അത് ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു കാര്യമാണ്. എന്തായാലും എപ്പോഴും നിങ്ങളൊക്കെ കൂടെ ഉണ്ടാവുക, നിങ്ങളുടെ സപ്പോർട്ടൊക്കെ നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാവണം. പിന്നെ എപ്പോഴും എനിക്ക് തരുന്ന ഈ സപ്പോർട്ടും പ്രോത്സാഹനവും എപ്പോഴും അങ്ങ് വരെ ലാസ്റ്റ് വരെ എൻ്റെ കൂടെ ഉണ്ടാവണം. എൻ്റെ ഓരോ വിശേഷങ്ങളും ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുമ്പോൾ അത് കേൾക്കാൻ നിങ്ങളുണ്ടെങ്കിൽ മാത്രമേ എനിക്കത് ചെയ്യാൻ പറ്റൂ. അതുകൊണ്ട് എൻ്റെ ഈ 1K ആയ ഒരു സന്തോഷം ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാണ്. എനിക്ക് നിങ്ങളെയൊക്കെ കൂട്ടി എല്ലാവരും ഒന്നിച്ചിരുന്നു വലിയൊരു കേക്ക് മുറിക്കണം എന്നൊക്കെ ഭയങ്കര ആഗ്രഹമുണ്ട് കൂട്ടുകാരെ. പക്ഷേ അതൊരു രക്ഷയില്ല, നമുക്ക് പറ്റില്ലല്ലോ. ഈ ചെറിയൊരു എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചാൽ ഇതുപോലുള്ള കുഞ്ഞു കുഞ്ഞു കാര്യങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ. ചെറിയൊരു കാര്യത്തിന് സന്തോഷിക്കുന്ന ഒരാളാണ് ഞാൻ. അപ്പോൾ ഈ ഒരു 1K എന്നൊക്കെ നിൽക്കുന്ന ഈ സമയത്ത് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എനിക്ക് ഒരുപാട് അങ്ങോട്ട് മുകളിലേക്ക് എത്തുമ്പോൾ എനിക്ക് എൻ്റെ ജീവിതത്തിൽ എത്രമാത്രം സന്തോഷം ഉണ്ടാകുമെന്ന് എനിക്ക് തന്നെ ഇപ്പോൾ പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അത്രയ്ക്ക് സന്തോഷമാണ്. എനിക്ക് സങ്കടം വരികയാണ്. എനിക്ക് ഇത്രയും ആൾക്കാർ എന്നെ കൂടെ നിൽക്കുമല്ലോ, സപ്പോർട്ട് ചെയ്യുന്നുണ്ടല്ലോ നോക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് എനിക്ക് വരുന്നത്. എന്തായാലും എൻ്റെ കൂടെ എപ്പോഴും എല്ലാവരും ഉണ്ടാവുക, എൻ്റെ സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇനിയും അങ്ങോട്ടുള്ള എൻ്റെ ഈ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഏറ്റെടുത്ത് നിങ്ങൾ എൻ്റെ എല്ലാ വിശേഷങ്ങളും ഷെയർ ചെയ്യാനും, എൻ്റെ വീഡിയോസ് ഷെയർ ചെയ്യാനും, പിന്നെ എൻ്റെ കാര്യങ്ങൾ ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അതിന് മറുപടിയായിട്ട് കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മറുപടികളൊക്കെ വരുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അതൊക്കെ ചെയ്തു തരിക. നിങ്ങളുടെ വീട്ടിലെ ഒരാളെ പോലെ എന്നെ നിങ്ങളെ കൂടെ കൂട്ടുക, അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. എൻ്റെ ഈ സന്തോഷം നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ് ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. മഴയായതുകൊണ്ട് എപ്പോഴും കറണ്ട് ഉണ്ടാവില്ല, ചില സമയത്ത് റൂമിൻ്റെ ഉള്ളിൽ കറണ്ട് ഇല്ലാണ്ട് വീഡിയോ എടുക്കാനാവില്ലല്ലോ. അതുകൊണ്ടാണ് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. നമ്മൾ ഈ മലയോര മേഖലകളായതുകൊണ്ട് മരങ്ങളും റബ്ബറുകളെയാണ്, കൂടുതൽ റബ്ബറൊക്കെയാണ് ഇങ്ങോട്ട്. അപ്പോൾ ഈ കാറ്റത്ത് റബ്ബറൊക്കെ പൊഴിഞ്ഞ് വീണിട്ട് കറണ്ടൊക്കെ വളരെ കുറവായിരിക്കും, എപ്പോഴും കറണ്ട് പോകും. അപ്പോൾ ആ സമയത്ത് വീഡിയോ എടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പുറത്ത് നമ്മൾ റൂമിനുള്ളിൽ നിന്ന് എടുക്കുന്ന വീഡിയോ അല്ലേ, അപ്പോൾ ലൈറ്റ് ഇല്ലാണ്ടിരിക്കുമ്പോൾ ഭയങ്കര പ്രശ്നമാണ്. ഇപ്പോൾ കറണ്ട് ഉണ്ട്, അപ്പോൾ ഞാൻ വേഗം വീഡിയോ എടുത്തു തരാം. ഇപ്പോൾ പോകുമെന്ന് പറയാൻ പറ്റില്ല. ഇത് വീഡിയോ തീരുന്നതിന് മുന്നേ കറണ്ട്
ചതിക്കാതിരുന്നാൽ രക്ഷപ്പെട്ടു. അതാണ് ഇവിടുത്തെ അവസ്ഥ. എല്ലായിടത്തും അങ്ങനെ ആയിരിക്കും. പിന്നെ അവരെ നമുക്കൊന്നും പറയാൻ പറ്റില്ല. പണ്ടൊക്കെ കറണ്ട് പോകുമ്പോൾ ഞാൻ പെട്ടെന്ന് അവർ വേഗം വിളിച്ച് കറണ്ടാക്കുമെന്ന് വിളിച്ചു പറയും. പക്ഷെ ഇപ്പോൾ ഈ ഒരു അവസ്ഥയിൽ മഴയത്ത് അവരുടെ കഷ്ടപ്പാട് അവർക്ക് നമുക്ക് പാവം തോന്നും. കാരണം വെച്ചാൽ ഈ പെരും മഴയത്ത് നനഞ്ഞ് കുളിച്ച് പോസ്റ്റിന് മുകളിൽ കയറിയിട്ട് അവരൊക്കെ പണിയെടുക്കുന്നത് കാണുമ്പോൾ നമ്മളെ വീട്ടിലെ നമ്മളെ അച്ഛനോ സഹോദരനോ അല്ലെ നമ്മളുടെ പ്രിയപ്പെട്ടവരാരെങ്കിലൊക്കെ ഇങ്ങനെ ചെയ്യുമ്പോൾ അവരിലൂടെ ഒന്ന് കാണാൻ ശ്രമിച്ചാൽ മതി. അപ്പോൾ നമ്മൾ അവരെ ഒരുപാട് ബുദ്ധിമുട്ടിക്കില്ല. ഇപ്പം ഞാൻ കറണ്ട് പോയാൽ അങ്ങനെ അവർ വിളിക്കാറില്ല കേട്ടോ. അല്ലെങ്കിൽ ഫസ്റ്റ് ഈ ഏരിയയിൽ കറണ്ട് പോയാൽ ഞാനാണ് പെട്ടെന്ന് KSBയിലേക്ക് വിളിക്കുന്നത്. ഇപ്പം ഞാൻ അങ്ങനെ വിളിച്ചവർ ബുദ്ധിമുട്ടിക്കാറില്ല. ഈ മഴക്കാലത്ത് ഈ ദുരിതം അവരുടെ ആ ബുദ്ധിമുട്ടൊക്കെ ഓർക്കുമ്പോൾ അങ്ങനെ ബുദ്ധിമുട്ടിക്കാറില്ല. പിന്നെ ഇപ്പോൾ ചൂടെല്ലാം കുറവല്ലേ, മഴയത്ത് നല്ല തണുപ്പല്ലേ, അതുകൊണ്ട് തന്നെ വലിയ പ്രശ്നമില്ല. വേനൽക്കാലത്ത് രാത്രി 11 മണിക്കൂർ ഞാൻ KSBയിലേക്ക് വിളിച്ച ദിവസങ്ങളുണ്ട് കിടന്നുറങ്ങാൻ പറ്റാത്തതുണ്ട്, ഭയങ്കര ചൂടായതുകൊണ്ട്. അങ്ങനെയൊക്കെ ഞാൻ അവരെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നാലും എൻ്റെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഒക്കെ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഈ ഒരു ഇപ്പം കൂടെ നിൽക്കുന്ന പോലെ എൻ്റെ കൂടെ എപ്പോഴും നിങ്ങൾ ഉണ്ടാവണം. മറ്റൊരു വീഡിയോയുമായി നാളെ കാണാം. ബൈ.